അങ്ങനെ സുമിത്രയുടെ സകല പ്ലാനും തേഞ്ഞൊട്ടുന്ന മനോഹരമായ ഒരു എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ കാണിക്കുന്നത്. ദേവ്ജി കൺമണിയെ വിളിച്ചിട്ട് കൺമണി വേഗം തന്നെ ബാഗ് പാക്ക് ചെയ്തോളാൻ പറയുകയാണ്. കൺമണി കൃഷി വേഗം തന്നെ ഇവിടുന്ന് മാറിക്കോളാൻ പറയുകയാണ്. എന്നുള്ളത് കേട്ട് കൺമണി എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. തുടർന്ന് ദേവ്ജി ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ സാഗർ കൃഷും തെറ്റി എന്ന് പറയുകയാണ്. അവർ രണ്ടുപേരും അടിയോടടിയായി എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി അയ്യോ സാർ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ സാഗർ സാറിനെ നേരിട്ട് കണ്ട് കാര്യങ്ങളെല്ലാം സംസാരിക്കാം എന്ന് പറയുമ്പോൾ ദേവ്ജി കൺമണി ഇപ്പോൾ ഒന്നിനും മുതിരണ്ട. തുടർന്ന് കൺമണി ആകെ പേടിച്ചിങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ഈ എന്തൊക്കെയായിരിക്കും സാർ സംഭവിക്കാൻ പോകുന്നതെന്ന് ചോദിക്കുകയാണ് ദേവ്ജിയോട്. എന്നാൽ അത് കേട്ട് ദേവ്ജി പിന്നെ കൺമണിയോട് എന്റെ കണക്കുകൂട്ടലിൽ ശരിയാണെങ്കിൽ കൃഷി ഇപ്പോൾ നേരെ പോകുന്നത് ബലരാമനെ കാണുന്നതിന് വേണ്ടിയായിരിക്കും. എന്നാൽ അതുകൂടി കേട്ടതോടുകൂടി കൺമണി വീണ്ടും ഒന്ന് പേടിക്കുകയാണ്. തുടർന്ന് കൺമണിയോട് ദേവ്ജി വേഗം തന്നെ കൺമണി ബാഗ് പാക്ക് ചെയ്യേ, കൃഷി കൺമണി കുറച്ച് ദിവസം ഇവിടുന്ന് മാറി നിൽക്കാൻ പറയുകയാണ്. അധികം വൈകാതെ എല്ലാം ഒന്ന് കാലങ്ങി തെളിയുമെന്ന് പറഞ്ഞ് കൺമണി ആശ്വസിപ്പിക്കുകയാണ്. തുടർന്ന് കാണിക്കുന്ന കൃഷാണ്. കൃഷ് ബലരാമനെ കാണുന്നതിന് വേണ്ടി ജയിലിലേക്ക് ചെന്നിരിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് ബലരാമൻ കൃഷ്ണനെ കണ്ട സന്തോഷത്തിൽ കൃഷ്ണന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് കൃഷ്ണന്റെ തോളിൽ കൈവച്ചുകൊണ്ട് എടാ അനിയ നീ എപ്പോൾ വന്നു എന്ന് ചോദിക്കുകയാണ്. ഇതേ ബലരാമൻ തന്നെയാണ് കൃഷ്ണന്റെ അച്ഛൻ സാഗറിനെ കൊല്ലാൻ കത്തിയുമായിട്ട് നിൽക്കുന്നത്. എന്നാൽ അത് കേട്ട് ദേഷ്യം എന്ന കൃഷി ബലരാമന്റെ കൈ തട്ടി മാറ്റുകയാണ്. അനിയനോ, ഏത് വകയിലാണ് ഞാൻ നിന്റെ അനിയനായത്? എനിക്കറിയാം നീ എന്റെ അച്ഛനെ ചതിയിൽ കൊടുക്കാൻ നോക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്കറിയാം. നിന്റെ മനസ്സിലുള്ള കണക്കൂട്ടലുകളൊക്കെ എനിക്കറിയാം. നീ എന്റെ അച്ഛനെ കൊല്ലാൻ ശ്രമിക്കുമെന്നും എനിക്കറിയാം. എന്നാൽ അത് കേൾക്കുമ്പോൾ ബലരാമൻ തലകുമ്പിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ബലരാമന് ശരിക്കും അത് കൊള്ളുകയാണ്. തുറന്ന കൃഷിന്റെ ഒരു ഭീഷണിയാണ്. എന്റെ അച്ഛന്റെ ദേഹത്ത് ഒരു തരി മണ്ണ് വീണാൽ നിന്നെ ഞാൻ കൊന്നുകളയുമെന്ന് പറഞ്ഞുകൊണ്ട് ബലരാമന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് കൃഷ്. എന്നാൽ ഇതും കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് സഹദേവൻ വരികയാണ്. തുടർന്ന് സഹദേവൻ വേഗം തന്നെ അങ്ങോട്ടേക്ക് ഓടിച്ചെന്ന് രണ്ടുപേരെയും പിടിച്ചു മാറ്റുകയാണ്. തുടർന്ന് കൃഷ്ണനോട് ദേഷ്യപ്പെടുകയാണ് സഹദേവൻ. എന്നാൽ അത് കണ്ട് ബലരാമന്റെ സഹദേവനോട് സഹദേവ നീ വെറുതെ കൃഷ്ണനോട് ദേഷ്യപ്പെടേണ്ട, കൃഷ്ണ എനിക്ക് എന്റെ സ്വന്തം അനിയനാണെന്ന് പറയുകയാണ്. അനിയനും ചേട്ടനുമാകുമ്പോൾ സ്വല്പം അടിയും ബഹളമൊക്കെ കാണുമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന കൃഷി പിന്നെ ബലരാമനോട് ദേഷ്യപ്പെടുകയാണ്. ആരാടാ നിന്റെ അനിയനെന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുകയാണ്. പുതിയ ബന്ധവും കണ്ടുപിടിച്ചുകൊണ്ട് വന്നോളും. അമ്മയ്ക്കും അച്ഛനും നിന്നെ മനസ്സിലായിടാ. ദേ നോക്ക്, നീ ചതിച്ച് പാട്ടിലാക്കാൻ ശ്രമിച്ചില്ലേ എന്റെ അച്ഛനെ? ആ അച്ഛന്റെ മഹത്വം നീ അറിയുമെന്ന് പറയുകയാണ് ബലരാമനോട്. എന്നാൽ അത് കേട്ട് ബലരാമൻ അതൊക്കെ എനിക്കറിയാം, സാഗർ സാറിനെ കൊല്ലാതെ വിട്ടില്ലേ അത് തന്നെ സാഗർ സാറിന്റെ വലിയ മഹത്വമാണ്. എന്നാൽ അത് കേട്ട് കൃഷി അയ്യോ അത് അതിനു വേണ്ടിയല്ല, നിന്നെ എന്റെ അച്ഛൻ കൊല്ലാതെ വിട്ടത് ആ അവസരം എനിക്ക് തരാൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞില്ലേ എന്റെ അച്ഛന്റെ മേത്തൊരു തരി മണ്ണ് വീണാൽ ഞാൻ നിന്നെ വെറുതെ വെച്ചേക്കില്ല, ഞാൻ നിന്നെ കൊന്നുകളയും. ഇതും പറഞ്ഞുകൊണ്ട് കൃഷി ബലരാമനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവിടെ നിന്ന് നടന്നു പോവുകയാണ്. എന്നാൽ കൃഷി പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുകയാണ് ബലരാമൻ നല്ല സങ്കടത്തോടു കൂടി. എന്നാൽ ഇതും കണ്ടുകൊണ്ട് നിൽക്കുന്ന സഹദേവൻ ഇതെല്ലാം കണ്ടിങ്ങനെ സന്തോഷിച്ചു നിൽക്കുകയാണ്. സഹദേവൻ എന്തിനാണ് ഇങ്ങനെ സന്തോഷിച്ചു നിൽക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. സുമിത്രയുടെ സകല പ്ലാനും ആട്ടപ്പട്ടലമായിക്കൊണ്ടിരിക്കുകയാണ്. തുറന്നു കാണിക്കുന്ന സാഗറിന്റെ വീടാണ്. സാഗർ മാനസിയോടും മാനസിയുടെ അമ്മ ഹേമയോടും ക്ഷമ ചോദിക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സാഗറിന്റെ മാപ്പാപേക്ഷയാണ്. എന്നാൽ അത് കേട്ട് മാനസി പിന്നെ സാഗറിനോട് അയ്യോ അങ്കിൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ സാഗർ അതെ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ ക്ഷമ ചോദിച്ചത് ധാർമ്മികതയുടെ പേരിലാണെന്ന് പറയുകയാണ്. തുടർന്ന് സാഗർ സുജാതയോടും ആന്റിയമ്മയോടും ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ക്രിട്ട് സാഗർ എന്ന മകൻ ഇനി മുതൽ എനിക്കില്ല. എന്നാൽ അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് മാനസിയുടെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റും. അതിന്റെ ഒരു ഞെട്ടലാണ് മാനസിക്ക്. അച്ഛനെ പോലും കൃഷി അംഗീകരിച്ചില്ലെങ്കിൽ പിന്നെ തന്നെ എങ്ങനെ കൃഷി അംഗീകരിക്കും? എന്നാൽ അത് കേട്ട് കരഞ്ഞുകൊണ്ട് സുജാത പിന്നെ സാഗറിനോട് അയ്യോ സാഗർ അങ്ങനെയൊന്നും പറയല്ലേ എന്ന് പറയുമ്പോൾ സാഗർ നല്ല ഗൗരവത്തിൽ ഞാൻ അങ്ങനെ പറയാതിരുന്നിട്ട് എന്ത് കാര്യം, ഞാൻ പറഞ്ഞാലും ഇല്ലെങ്കിലും കൃഷി തന്നെ അത് മാറ്റി പറഞ്ഞിട്ടല്ലേ ഇവിടുന്ന് പോയത്. അവൻ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞില്ലേ, സാഗർ എന്ന സർനെയിം അവൻ എടുത്തു കളഞ്ഞില്ലേ, അവനാകാമെങ്കിൽ എനിക്കുമാകാം. എന്നാൽ ഈ സമയത്ത് ആന്റിയമ്മ പിന്നെ സാഗറിനോട് അനിയൻ കുട്ട നീ എന്താ ഇങ്ങനെ, കൃഷി അവന്റെ ചോരത്തിളപ്പിന് എന്തൊക്കെയോ പറഞ്ഞു, നീ എന്താണ് അത് മനസ്സിലാക്കാത്തത്? എന്നാൽ അത് കേട്ട് സാഗർ നല്ല ഗൗരവത്തിൽ കൃഷിന്റെ തിളപ്പ് ഞാൻ മാറ്റുന്നുണ്ട്, അവന്റെ ശരി അവൻ തീരുമാനിക്കുമെന്നല്ലേ അവൻ പറഞ്ഞത്, അതുപോലെ എന്റെ ശരി ഞാൻ തന്നെ തീരുമാനിക്കും. തുറന്ന് സുജാത വീണ്ടും കരഞ്ഞുകൊണ്ട് അയ്യോ സാഗർ അങ്ങനെയൊന്നും പറയില്ല. കുറച്ച് കഴിയുമ്പോൾ കൃഷി പശ്ചാത്തപിച്ചുകൊണ്ട് മാപ്പപേക്ഷയുമായിട്ട് വരുമെന്ന് പറയുമ്പോൾ സാഗർ അവന്റെ മാപ്പ് ആർക്ക് വേണമെന്ന് ചോദിക്കുകയാണ് സാഗർ. ദേ അവൻ വേണമെങ്കിൽ മാനസിയോടും ഹേമയോടും മാപ്പ് പറയട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാപ്പ് കൊടുക്കാമെന്ന് മാനസിയോടും ഹേമയോടും പറയുകയാണ് സാഗർ. അല്ലെങ്കിൽ തള്ളിക്കളയാം, അല്ലാതെ മാപ്പുമായിട്ട് എന്റെ അടുത്തേക്ക് വരരുത്. ഇല്ല അവൻ വരാൻ പോകുന്നില്ല, എന്റെ അടുത്തൊന്നും മാപ്പായിട്ട് അവൻ വരാൻ പോകുന്നില്ല. അവൻ ഉറച്ചു തന്നെയാണ്, അവൻ കല്ല് പോലെ ഉറച്ചതാണെങ്കിൽ ഞാൻ പാറ പോലെ ഉറച്ചതാണ്. എന്നാൽ ഇതെല്ലാം കേട്ട് ആന്റിയമ്മ ധർമ്മസങ്കടത്തിലാവുകയാണ്. ആന്റിയമ്മ സാഗറിനെ വിളിക്കുകയാണ്. അയ്യോ മോനൂട്ട എന്ന് പറഞ്ഞ് ഇങ്ങനെ കേണ് വിളിക്കുകയാണ്. കൃഷി അവിടുന്ന് പടിയിറങ്ങിയപ്പോൾ മോനൂട്ടൻ ടാഗ് ഇപ്പോൾ സാഗറിനാണ് കിട്ടിയിരിക്കുന്നത്. സാഗർ പിന്നെ സുജാതിയോട് ആന്റിയമ്മയോട് പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് നാട്ടിലേക്ക് വന്നിരിക്കുന്നത് ബലരാമനെതിരെയുള്ള കേസ് പിൻവലിക്കാൻ വേണ്ടിയാണ്, അത് ഞാൻ എന്തായാലും ചെയ്തിരിക്കുമെന്ന് നല്ല പഞ്ച് ഡയലോഗിൽ നല്ല ഗൗരവത്തിൽ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് സാഗർ.
തുറന്നു കാണിക്കുന്നത് കൃഷും മഹിയും കൂടി സംസാരിക്കുന്നതാണ്. കൃഷ് നല്ല ദേഷ്യത്തിലാണ്. കൃഷ് മഹിയോട് ഇത്രയും നാള് ബലരാമൻ മാത്രമായിരുന്നു എന്നെ ശത്രുപക്ഷത്ത് നിർത്തിയിരിക്കുന്നത്, ഇപ്പോൾ രണ്ടുപേരാണ്, എന്റെ അച്ഛനും ബലരാമനും. ബോധമുള്ളവർ ഒരു അനുഭവത്തിലൂടെ പഠിക്കും. അച്ഛന് എത്ര അനുഭവം കിട്ടിയാലും അച്ഛൻ അത് പഠിക്കുന്നില്ല. ജർമ്മനിയിൽ പോയപ്പോൾ പെട്ടെന്നൊരു സ്നേഹം പൊട്ടിമുളച്ചിരിക്കുന്നു. പക്ഷെ രണ്ടുപേരും മനസ്സിൽ കണക്കുകൂട്ടിയതൊന്നും നടക്കാൻ പോകുന്നില്ല. ബലരാമനെ രക്ഷപ്പെടുത്താൻ അച്ഛനെ ഞാൻ അനുവദിക്കില്ല, അതുപോലെ അച്ഛന്റെ മേത്തൊരു നുള്ള മണ്ണിടാനും ഞാൻ ബലരാമനെ അനുവദിക്കില്ല. അച്ഛൻ എന്നെ അടിച്ചതിൽ എനിക്ക് വേദനയൊന്നുമില്ല. അച്ഛൻ എന്നെ അടിക്കാം, കൊല്ലാം, ഞാൻ അതിനെല്ലാം സന്തോഷത്തോടു കൂടി നിന്നു കൊടുക്കും. പക്ഷെ അച്ഛൻ ഇപ്പോൾ എന്നെ അടിച്ചത് അവന് വേണ്ടിയാണ്, അവനെ പുറത്തിറക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ് എന്നെ അടിച്ചത്, അത് ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് പറയുകയാണ് കൃഷ്ണൻ. എന്നാൽ ഇതെല്ലാം കേട്ട് എന്ത് പറയണമെന്നറിയാതെ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് മഹി. തുറന്ന മഹി കൃഷ്ണനോട് എടാ നീ അതൊക്കെ ഒന്ന് വിട്ടുകളയാൻ പറയുകയാണ്. തുറന്ന കൃഷ്ണൻ നല്ല ഗൗരവത്തിൽ പിന്നെ മഹിയോട് അവർ ജർമ്മനിയിലേക്ക് പോയപ്പോൾ ബലരാമനെ അവർക്ക് ശരിക്കും മനസ്സിലായി എന്നാണ് ഞാൻ കരുതിയത്. ബലരാമൻ ഒരു ശത്രുവാണ്, പ്രതികാരം ചെയ്യുന്നതിന് വേണ്ടിയാണ് വന്നതെന്നൊക്കെ അച്ഛൻ വിശ്വസിച്ചു എന്നാണ് ഞാൻ കരുതിയത്. ഇനി എന്നെയും ബലരാമനെ താരതമ്യം ചെയ്യില്ല, എന്നോട് സോറി എല്ലാം പറഞ്ഞതാണ്. ഒക്കെ അഭിനയമായിരുന്നു, എന്നെ മണ്ടനാക്കാനുള്ള അഭിനയം. എന്തോ ഒരു വശപ്പശക്കുണ്ട്. ബലരാമന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ഭീഷണി അച്ഛന് കിട്ടിക്കാണും. എന്നാൽ അത് കേട്ട് മഹി ബിസിനസ് പരമായിട്ട് എന്തെങ്കിലും ആയിരിക്കുമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷ് എന്ത് ബിസിനസ്, ഞാൻ അറിയാതെ എന്ത് ബിസിനസ്സാണ് അവർ തമ്മിൽ നടന്നത്? ഇതൊന്നുമല്ല, നമുക്കൊന്നും അറിയാത്ത എന്തോ രഹസ്യമായ ബന്ധം അവർക്കിടയിലുണ്ട്. അവൻ അച്ഛനെ കൊല്ലാൻ നടക്കുന്നു, അച്ഛൻ അവന്റെ കൈ കൊണ്ട് ചാവാൻ വേണ്ടി അവന്റെ മുന്നിലേക്ക് തന്നെ നടന്നു ചെല്ലുന്നു. എന്നാൽ ഇതെല്ലാം കേട്ട് മഹിയാകെ കിളി പോയി നിൽക്കുകയാണ്. ഈശ്വര, ഞാൻ ഇനി എന്താണ് ഇവനോട് പറയേണ്ടത്? തുറന്ന് കൃഷി പിന്നെ മഹിയോട് എടാ മഹി, ബലരാമനെ കുറിച്ചുള്ള A to Z വരെയുള്ള എല്ലാ കാര്യങ്ങളും എനിക്കറിയണം, വീട് കുടുംബം എല്ലാതും എനിക്കറിയണം. എന്നാൽ അത് കേട്ട് മഹി നീ ബലരാമനെ കുറിച്ച് ഓർത്ത് വെറുതെ ടെൻഷൻ അടിക്കണ്ട, നീ ആദ്യം ഒന്ന് സ്വസ്ഥനാകാൻ പറയുകയാണ്. ബലരാമനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന കൃഷി പിന്നെ മഹിയോട് എന്നിട്ട് എന്താണ് നീ ആ കാര്യം എന്നോട് നേരത്തെ പറയാമെന്ന് ചോദിക്കുകയാണ്. തുറന്ന മഹി നീ വേഗം തന്നെ ദേവ്ജിയുടെ അടുത്തേക്ക് ചെല്ലാൻ പറയുകയാണ്, ദേവ്ജി വിശദമായിട്ട് നിന്നോട് പറഞ്ഞു തന്നോളും. എന്നാൽ അത് കേട്ട് കൃഷ്ണൻ എന്തൊരു പന്തികേട് തോന്നുകയാണ്. അല്ല, നിങ്ങളെ എന്നിൽ നിന്ന് എന്തെങ്കിലും മറക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ എന്താണ് എന്നോട് വ്യക്തമായിട്ടൊന്നും പറയാത്തത്, എന്താണ് സംഭവം എന്ന് ചോദിക്കുകയാണ് മഹിയോട്. തുറന്ന് മഹി വീണ്ടും കൃഷ്ണനോട് നീ ഞാൻ പറഞ്ഞൊന്നനുസരിക്ക് പോയി ദേവ്ജിയെ പോയി നേരിട്ട് കണ്ട് സംസാരിക്കാൻ പറഞ്ഞുകൊണ്ട് കൃഷ്ണ അവിടുന്ന് പറഞ്ഞു വിടുകയാണ്. തുറന്ന് കൃഷ്ണ അവിടുന്ന് പോയ ശേഷം മഹി വേഗം തന്നെ ഫോൺ എടുത്തിട്ട് ദേവ്ജിയോട് കൃഷി രണ്ടും കൽപ്പിച്ചാണ്, കട്ടക്കലിപ്പിനാണ്, ദേവ്ജിയെ കാണാൻ വേണ്ടി അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ്. തുറന്നു കാണിക്കുന്ന സുമിത്രയാണ്. സുമിത്ര ഫോണിലൂടെ ആരോടോ സംസാരിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ഭാഗ്യശ്രീ വരികയാണ്. സുമിത്ര ഫോണിലൂടെ സംസാരിക്കുന്ന ഭാഗ്യശ്രീ കേൾക്കുകയാണ്. തുറന്ന സുമിത്ര ഫോൺ താഴെ വെച്ച് സുമിത്ര പുറത്തേക്ക് ചെല്ലുകയാണ്. എന്നാൽ ഈ സമയത്ത് ഭാഗ്യശ്രീ വേഗം ചെന്ന് അമ്മയുടെ ഫോൺ എടുക്കുകയാണ്. അമ്മിങ്ങി വരാൻ 1 മണിക്കൂർ എടുക്കും. ഇതും ചിന്തിച്ചുകൊണ്ട് ഭാഗ്യശ്രീ അമ്മയുടെ ഫോൺ എടുത്തുകൊണ്ട് തന്റെ മുറിയിലേക്ക് ചെല്ലുകയാണ്. തുറന്ന ഭാഗ്യശ്രീ അമ്മയുടെ ശബ്ദം അനുകരിക്കുകയാണ്, മിമിക്രി പ്രാക്ടീസ് ചെയ്യുകയാണ്. അതിനുശേഷം ഭാഗ്യശ്രീ സഹദേവനെ ഫോണിൽ വിളിക്കുകയാണ്. തുടർന്ന് സഹദേവൻ ഫോൺ എടുക്കുമ്പോൾ ഭാഗ്യശ്രീ സുമിത്രയുടെ ശബ്ദത്തിലാണ് സംസാരിക്കുന്നത്. സഹദേവ, ബലരാമൻ അവിടെയുണ്ടോ? എനിക്ക് അത്യാവശ്യമായിട്ട് ബലരാമനോട് സംസാരിക്കണം. എന്നാൽ അത് കേട്ട് സഹദേവൻ ഞാൻ ഇപ്പോൾ തന്നെ ബലരാമന് ഫോൺ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഫോൺ എടുത്തിട്ട് ബലരാമന് കൊടുക്കുകയാണ്. തുറന്ന ബലരാമൻ എന്താ അമ്മയെന്ന് ചോദിച്ചുകൊണ്ടാണ് ഫോണിലൂടെ സംസാരിക്കുന്നത്. തുടർന്ന് ഭാഗ്യശ്രീ അമ്മയുടെ ശബ്ദത്തിലാണ് ബലരാമനോട് സംസാരിക്കുന്നത്. ബലരാമ, ഞാൻ ഭാഗ്യശ്രീയാണ്, ഞാൻ അമ്മയുടെ ശബ്ദത്തിലാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ യഥാർത്ഥ ശബ്ദത്തിൽ സംസാരിക്കുകയാണ് ഭാഗ്യശ്രീ. തുടർന്ന് ഭാഗ്യശ്രീ പിന്നെ ബലരാമനോട് എനിക്ക് ചേട്ടനോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്, അതുകൊണ്ടാണ് അമ്മയുടെ ശബ്ദത്തിൽ ഞാൻ സംസാരിക്കുന്നത്. പക്ഷെ തൊട്ടപ്പുറത്തുള്ള സഹദേവന് ഒരു തരത്തിലുള്ള സംശയം തോന്നാൻ പാടില്ല, അതുകൊണ്ട് ചേട്ടൻ എന്നോട് എന്തെങ്കിലും മറുപടി പറയുമ്പോൾ അമ്മയോട് സംസാരിക്കുന്ന പോലെ വേണം സംസാരിക്കാൻ. എന്നാൽ അത് കേട്ട ബലരാമൻ ശരി അമ്മ പറഞ്ഞോളൂ എന്ന് പറയുകയാണ്. തുടർന്ന് ഭാഗ്യശ്രീ പിന്നെ ബലരാമനോട് ചേട്ടൻ ജയിലിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നത് എങ്ങനെയാണെന്ന് അറിയുമോ എന്ന് ചോദിക്കുകയാണ്. ചേട്ടനെ ജാമ്യത്തിലെടുക്കാൻ പോകുന്ന ആരാണെന്ന് അറിയുമോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് ബലരാമൻ ഇങ്ങനെ ചിന്തിച്ചു നോക്കുകയാണ്, ഒന്നും മിണ്ടുന്നില്ല. തുറന്ന ഭാഗ്യശ്രീ അത് ചേട്ടൻ കരുതുന്ന പോലെ ഷൺമുഖം വക്കീലോ നമ്മുടെ അമ്മയോ അല്ല, ചേട്ടനെ ജയിലിൽ നിന്ന് പുറത്തിറക്കുന്നത് സാഗറാണെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് വിശ്വസിക്കാനാകാതെ കിളി പോയി ഞെട്ടി നിൽക്കുകയാണ് ബലരാമൻ. തുറന്ന ഭാഗ്യശ്രീ വീണ്ടും ബലരാമനോട് എനിക്കറിയാം ചേട്ടൻ ഇത് കേൾക്കുമ്പോൾ ഞെട്ടുമെന്ന്, പക്ഷെ തൊട്ടപ്പുറത്തുള്ള സഹദേവൻ ആ ഞെട്ടൽ കാണാൻ പാടില്ല, സഹദേവന് എന്തെങ്കിലും സംശയം തോന്നുമെന്ന് പറയുകയാണ്. തുറന്ന ഭാഗ്യശ്രീ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയാണ്. സാഗർ നാട്ടിലേക്ക് വന്നിരിക്കുന്നത് ചേട്ടനെതിരെയുള്ള ഈ കേസ് പിൻവലിക്കുന്നതിന് വേണ്ടിയാണ്. സാഗറിനെ കൊണ്ട് ആ തീരുമാനം എടുപ്പിച്ചത് ആരാണെന്നും കൂടി ചേട്ടൻ അറിയുമോ എന്ന് ചോദിക്കുകയാണ്. അതിന്റെ പിന്നിലും അമ്മയോ ഷൺമുഖം വക്കീലോ ഒന്നുമല്ല, അത് സാഗറിന്റെ തന്നെ മകൾ കൃപയാണെന്ന് പറയുകയാണ്. ചേട്ടൻ അപകടപ്പെടുത്തി കൊല്ലാൻ ശ്രമിച്ച കൃപയാണ് ചേട്ടനെതിരെയുള്ള കേസ് പിൻവലിക്കാൻ സാഗറിനെ നാട്ടിലേക്ക് വിട്ടത്. എന്നാൽ അതും കൂടി കേട്ടതോടുകൂടി ബലരാമൻ വീണ്ടും ഒന്ന് ഞെട്ടുകയാണ്. തുടർന്ന് ഭാഗ്യശ്രീ വീണ്ടും ബലരാമനോട് ഇങ്ങനെയുള്ള സാഗറിനെ കൊല്ലാനാണ് ചേട്ടൻ ശ്രമിക്കുന്നത്, ചേട്ടൻ ഇനിയെങ്കിലും സത്യങ്ങൾ മനസ്സിലാക്കണം, അമ്മയെ കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പാടില്ല, അമ്മ ചേട്ടനോട് പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ്,
അമ്മയുടെ പ്രതികാരം തീർക്കാനുള്ള ഒരു ടൂൾ മാത്രമാണ് ചേട്ടൻ. അതല്ലാതെ ചേട്ടനോട് അമ്മയ്ക്ക് ഒരു തരത്തിലുള്ള സ്നേഹവുമില്ല. ഇനി എനിക്ക് ചേട്ടനോട് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. ചേട്ടൻ കരുതിയ പോലെ നമ്മുടെ അച്ഛൻ ബാലു ഹോസ്പിറ്റലിൽ ചാവാനൊന്നും കിടക്കുന്നില്ല. നമ്മുടെ അച്ഛന്റെ പയറുമണി പോലെ വീട്ടിൽ നടക്കുന്നുണ്ട്. എല്ലാവരും ചേട്ടനെ മണ്ടനാക്കുകയാണ്, ചേട്ടനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതെല്ലാം കേട്ട് ബലരാമൻ ഞെട്ടി നിൽക്കുകയാണ്. ഈ സത്യങ്ങളൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കാതെ തല കറങ്ങുന്ന പോലെ ഇങ്ങനെ കിറങ്ങി നിൽക്കുകയാണ് ബലരാമൻ. ചേട്ടൻ തന്നെ കൊല്ലാൻ നോക്കിയ കൃപയാണ് ചേട്ടനെ ഇപ്പോൾ ജയിലിൽ നിന്ന് ഇറക്കാൻ ശ്രമിക്കുന്നത്. ആ കുട്ടിക്ക് ചേട്ടനോട് എങ്ങനെയോ ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ അത് കേട്ട് ബലരാമൻ പിന്നെ കൃപയെ പോയി കണ്ട കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കുകയാണ്. കൃപയോട് ക്ഷമ ചോദിക്കുന്ന രംഗങ്ങളെല്ലാം ഓർത്തെടുക്കുകയാണ്. അതിനുശേഷം കൃപയെ ഹോസ്പിറ്റലിൽ പോയിട്ട് റീത്ത് വെച്ച കാര്യങ്ങളും ബലരാമൻ ഓർത്ത് നിൽക്കുകയാണ്. ഇതെല്ലാം ഓർത്ത് സങ്കടപ്പെട്ട് നിൽക്കുകയാണ് ബലരാമൻ. തുറന്ന് ഭാഗ്യശ്രീ, നമ്മുടെ അമ്മ കരയുന്നത് ചിരിച്ചുകൊണ്ടാണ്. നമ്മുടെ അമ്മ കെണിയിൽപ്പെടുത്തുന്ന സാഗറിനെയല്ല, ചേട്ടനെ തന്നെയാണ്. അത് ചേട്ടൻ ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇതും പറഞ്ഞുകൊണ്ട് ഭാഗ്യശ്രീ ഫോൺ വെക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് ഇതെല്ലാം കേട്ട് ദേഷ്യം വന്നിട്ട് നിൽക്കുകയാണ് ബലരാമൻ. തുറന്ന് സഹദേവൻ പിന്നെ ബലരാമനോട് അമ്മ എന്താണ് പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. തുറന്ന് ബലരാമൻ സഹദേവനോട് കള്ളം പറയുകയാണ്. സാഗറിനെ എത്രയും പെട്ടെന്ന് തന്നെ തീർക്കണമെന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അത് കേട്ട് സഹദേവൻ സന്തോഷമാവുകയാണ്. വേഗം ബലരാമൻ അമ്മ പറഞ്ഞത് ചെയ്തു കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് സഹദേവൻ അവിടുന്ന് ഫോണുമായിട്ട് പോവുകയാണ്. എന്നാൽ ഈ സമയത്ത് ബലരാമന്റെ മനസ്സിൽ ഫുള്ള് കൃപയാണ്. കൃപയെ അപായപ്പെടുത്താൻ ശ്രമിച്ചതും ആശുപത്രിയിൽ വെച്ച് കണ്ടതും കൃപയെ പോയി വീട്ടിൽ കണ്ട കാര്യങ്ങളെല്ലാം ബലരാമൻ ഓർത്തെടുത്ത് ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ്. തുറന്ന് കാണിക്കുന്ന മാനസിക ആന്റിയമ്മയാണ്. മാനസ കാട്ട കലിപ്പിന് ഇങ്ങനെ ഉറഞ്ഞു തുള്ളുകയാണ്. തുറന്ന് മാനസ പിന്നെ നല്ല ദേഷ്യത്തിൽ പിന്നെ ആന്റിയമ്മയോട് ഞാനിത് അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട ആന്റിയമ്മ പിന്നെ മാനസിയോട് അയ്യോ മോളെ നീ എടുത്തു ചാടി അവിവേകം ഒന്നും ചെയ്യരുതെന്ന് പറയുകയാണ്. സമാധാനത്തോടു കൂടി നീ കണ്ടോണ്ടിരിക്കാൻ പറയുകയാണ്. കുറച്ച് ദിവസം നീ ഒന്ന് ക്ഷമിക്കാൻ പറയുകയാണ്. എന്നാൽ അത് കേട്ട് ദേഷ്യം എന്ന മാനസ ഇനി എന്ത് സമാധാനപ്പെടാൻ, കൃഷാവിന്റെ നയം വ്യക്തമാക്കിയില്ലേ, ഇനി എനിക്ക് ക്ഷമിച്ച് ഇങ്ങനെ വെറുതെ ഇരിക്കാൻ സാധിക്കില്ല എന്ന് പറയുകയാണ് മാനസ. തുറന്ന ആന്റിയമ്മ മാനസിയോട് അയ്യോ മോളെ തൽക്കാലം നീ പ്രശ്നം ഉണ്ടാക്കരുത്, സാഗർ വേണ്ടത് ചെയ്യുന്നുണ്ട്. എന്നാൽ അത് കേട്ട് മാനസ നല്ല ദേഷ്യത്തിൽ പിന്നെ ആന്റിയമ്മയോട് ആന്റിയമ്മ ഏത് ലോകത്താണെന്ന് ചോദിക്കുകയാണ്. സാഗറിനെ വരെ വെല്ലുവിളിച്ചിട്ടാണ് കൃഷി ഇവിടുന്ന് പോയിരിക്കുന്നത്. അങ്ങനെയുള്ളപ്പോഴാണ് സാഗറിനെ വിശ്വസിച്ച് ഞാൻ വിട്ടിരിക്കേണ്ടത്. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. കൃഷി പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് സാമാന്യ ബോധമുള്ളവർക്കൊക്കെ മനസ്സിലാകും. കൃഷ്ണൻ എന്നെ വേണ്ട, അവൻ കരുതിയിട്ടുണ്ടാകും എന്നെ താല്പര്യമില്ല എന്ന് എല്ലാവരുടെ മുന്നിൽ പരസ്യമായിട്ട് പറഞ്ഞാൽ ഞാൻ അതങ്ങ് ക്ഷമിച്ച് കണ്ണീര് തുടച്ചങ്ങോട്ട് പോയിക്കോളുമെന്ന്. പക്ഷെ ഇത് ആള് വേറെയാണ് ആന്റിയപ്പേ, ഞാൻ അങ്ങനെ വിട്ടിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. കൃഷ്ണൻ എന്നെ വേണ്ടായിരിക്കും, പക്ഷെ എനിക്ക് കൃഷ്ണനെ കിട്ടിയേ പറ്റൂ. എനിക്ക് കൃഷ്ണനെ കിട്ടിയിട്ട് വേണം എനിക്ക് കൃഷ്ണനോട് പ്രതികാരം ചെയ്യാൻ. എന്നാൽ അത് കേട്ട ആന്റിയമ്മ മതി മതി, നീ ഇങ്ങനെ ഒരു സ്റ്റാൻഡിൽ നിന്നാൽ മതി, ബാക്കിയൊക്കെ തന്നെ സംഭവിച്ചോളും, കാര്യങ്ങളൊക്കെ നമ്മുടെ വഴിക്ക് തന്നെ വന്നോളും. എന്നാൽ അത് കേട്ട് മാനസ കാര്യങ്ങളൊക്കെ നമ്മുടെ വഴിക്ക് വരാൻ നമ്മൾ രണ്ടുപേരും മാത്രം വിചാരിച്ചാൽ പോരാ, നമ്മുടെ കൂടെ ഒരാളും കൂടി വേണം. എന്നാൽ അത് കേട്ട് ആന്റിയമ്മ അതാരാണെന്ന് ചോദിക്കുകയാണ്. തുടർന്ന് മാനസ വേഗം തന്നെ ഫോൺ എടുത്തിട്ട് വരുണെ വിളിക്കുകയാണ്. എന്നാൽ മാനസയുടെ കോൾ കാണുമ്പോൾ തന്നെ വരുൺ ദേഷ്യം വരികയാണ്. തുടർന്ന് വരുൺ നല്ല ദേഷ്യത്തിൽ ആ ഫോൺ എടുക്കുകയാണ്. എന്ത് വേണം, ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തന്നപ്പോൾ നിങ്ങളതെല്ലാം അവഗണിച്ചു, എന്തിനാ എന്നെ ഇപ്പോൾ വിളിക്കുന്നത്? എന്നാൽ അത് കേട്ട് മാനസ അയ്യോ വരുൺ, എനിക്ക് വരുൺ അത്യാവശ്യമായിട്ടൊന്ന് കാണണം, നേരിട്ട് കാണണം. എന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന വരുൺ ആ കൃഷിന്റെ അടുത്ത് നിന്ന് എന്റെ പെണ്ണിനെ ആദ്യം ഒന്ന് മാറ്റിത്താ, എന്നിട്ട് മതി നേരിട്ട് കാണൽ. തുറന്ന മാനസ അയ്യോ വരുൺ, നമ്മൾ ഒരേ വഞ്ചിയിലെ യാത്രക്കാരാണ്, തുല്യ ദുഃഖിതരാണ്, നമ്മളിങ്ങനെ പരസ്പരം കലഹിച്ചിട്ട് കാര്യമില്ല, നമുക്ക് ഒന്നിച്ച് നിൽക്കണം. എന്നാൽ അത് കേട്ട് വരുൺ ആകെ കിളി പോയി നിൽക്കുകയാണ്. ഇവളിതെന്താണ് ഉദ്ദേശിക്കുന്നത്? ഇനി മാനസിക്ക് എന്നെ കല്യാണം കഴിക്കണമെന്നെങ്ങാനാണോ? വരുൺ ഇങ്ങനെ നല്ല ഗൗരവത്തിലോ ഒന്നും മിണ്ടാതെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. തുറന്ന മാനസ പിന്നെ വരുണോട് എനിക്ക് വരുൺ അത്യാവശ്യമായിട്ടൊന്ന് കാണണം, നമുക്ക് ഒരുമിച്ച് നിന്ന് കൃഷിണി കൺമണിക്കെതിരെ യുദ്ധം ചെയ്യാമെന്ന് പറയുകയാണ് മാനസ. എന്നാൽ അത് കേട്ട് വരുൺ ഓ അങ്ങനെ യുദ്ധം ചെയ്യാനാണല്ലേ, എങ്കിൽ ഞാൻ റെഡി, ഞാൻ മാനസിക്കൊപ്പം കൃഷ്ണ കൺമണിക്കെതിരെ യുദ്ധത്തിനുണ്ടാകും. തുറന്ന മാനസ ഞാനൊന്ന് പ്ലാൻ ചെയ്യട്ടെ എന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ്. എന്നാൽ അത് കേട്ട് വരുൺ ഇങ്ങനെ നല്ല സന്തോഷത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. തുറന്ന് കാണിക്കുന്ന സാഗർ സുജാതിയുമാണ്. രണ്ടുപേരും കൃഷ്ണന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. കൃഷ്ണന് വയറ്റിലുണ്ടായത് മുതൽ ഇതുവരെ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് രണ്ടുപേരും സങ്കടപ്പെട്ടുകൊണ്ട് നിൽക്കുന്നത്. തുടർന്ന് സുജാത പിന്നെ സാഗറിനോട് സാഗർ കൃഷ്ണനെ ഒന്ന് വിളിക്കണമെന്ന് പറയുകയാണ്. അത് കേട്ട് സാഗർ നല്ല സങ്കടത്തോടുകൂടി ഇല്ല, കൃഷ്ണനെ ഞാൻ വിളിക്കില്ല എന്ന് പറയുകയാണ്. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ നീയും കൃഷ്ണനെ വിളിക്കാൻ പാടില്ല, എന്താ അവന്റെ ഭാവം എന്ന് നോക്കട്ടെ. എന്നാൽ അത് കേട്ട് സുജാത കരഞ്ഞുകൊണ്ട് പിന്നെ സാഗറിനോട് ബലരാമനെ ജയിലിൽ നിന്ന് ഇറക്കുന്നതാണ് അവന്റെ ദേഷ്യത്തിന് കാരണം. അവൻ പറഞ്ഞ സത്യം തന്നെയല്ലേ, എന്തിനാണ് ബലരാമനെതിരെയുള്ള കേസ് പിൻവലിക്കുന്നത്? അവന്റെ ഭാഗത്ത് തന്നെയല്ലേ ന്യായം? കൃഷ്ണ ബലരാമനോട് അത്രയും ശത്രുത വന്നു പോയില്ലേ? എന്നാൽ ആ ചോദ്യത്തിന് സാഗറിന് ഒരു മറുപടി പറയാൻ സാധിക്കുന്നില്ല. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.